ജമാഅത്ത് പോലെ ഒരു സംഘടനയെ ഒരു മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കൊണ്ടുവരുന്നത് ഭയങ്കര അപകടമാണ്. വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു ഘടകകക്ഷിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ചീഫ് മിനിസ്റ്റർ ആവുന്നത്. 3 MLA മാത്രമാണ് BJP NDAക്ക് ഇന്ന് ഈ അസംബ്ലിയിൽ. പക്ഷേ അവർ പിന്നിൽ 30 ലക്ഷം മലയാളികളുടെ വോട്ടുണ്ട്. LDFൻ്റെ വേവിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഫലം കിട്ടിയത് UDFനായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം കൺസോളിഡേഷൻ SDPIയും ജമാഅത്തും മുസ്ലിം ലീഗും ഒരുമിച്ച് എല്ലാ സ്ഥലത്തും BJPനെ തോൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്, ഈ കോൺഗ്രസ് ഗവൺമെൻറ് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ, ഞങ്ങളുടെ വർക്കിനെ ബാധിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് അതിന് ഉത്തരവുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല എന്ത് ചെയ്യാൻ പോകുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് BJP സംസ്ഥാന അധ്യക്ഷനും നേമമണ്ഡലത്തിൽ നിന്നുള്ള നിയുക്ത MLAയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ ആവേശമൊക്കെ ഒന്ന് കെട്ടടങ്ങി വന്നപ്പോഴാണ് ഇപ്പോൾ ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് തീരുമാനിച്ചത്. അങ്ങയുടെ ഒരു ട്രോളും കണ്ടിരുന്നു, KC വേണുഗോപാൽ ആണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വി ഡി സതീശനാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ ട്രോൾ ചെയ്തത് അങ്ങനെയല്ല. അത് വേറെ ആരോ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ട്വിറ്ററിൽ. BJP കേരളം ആവശ്യപ്പെടുന്നത് KC വേണുഗോപാലാണ്, BJP നാഷണൽ പാർട്ടി അവിടെ KC വേണുഗോപാൽ അവിടെ തന്നെ ഉണ്ടാവണമെന്ന് അവരുടെ ആഗ്രഹം. അതൊരു ജോക്കായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഞാനത് കൺഫേം ചെയ്യുന്നില്ല, ഡിനൈയും ചെയ്യുന്നില്ല എന്ന് അത്രേ ഉള്ളൂ. പക്ഷേ നോക്കൂ, ഇവരിപ്പോൾ KC വേണുഗോപാലാണോ വി ഡി സതീശനാണോ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ ഇത്ര സമയമെടുത്തു, അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ആരെയാണ് ആക്കേണ്ടത്. ഇതിന് ചോദിക്കേണ്ടത് എന്തായിരുന്നു ക്രൈറ്റീരിയൻ, ഇതിൻ്റെ പിന്നിൽ എന്ത് ബേസിസിലാണ് ഒരാളെ തീരുമാനിച്ചതും മറ്റേ തീരുമാനിക്കേണ്ടത് ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളല്ല ചോദിക്കേണ്ടത്. കാരണം ഇലക്ഷൻ്റെ സമയത്ത് ഒരു വാഗ്ദാനം കൊടുത്തതായിരുന്നല്ലോ, ഞങ്ങൾ ജയിച്ചാൽ ആദ്യത്തെ 15 മിനിറ്റിൽ ഞങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കോൺഗ്രസ്സിൽ ഉള്ള ഒരു ഉള്ളിലത്തെ ഒരു കോൺട്രഡിക്ഷൻ, ഇന്നർ കോൺട്രഡിക്ഷനും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇന്നർ കോൺട്രഡിക്ഷൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞങ്ങൾ കാണുന്നതും ഞങ്ങൾ സാധാരണ ജനങ്ങൾ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇത്രയും സമയമെടുത്തു, ഇപ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തേക്ക് വരുന്നു. ഭരണം എങ്ങനെയായിരിക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ വ്യൂവിൽ? നോക്കൂ, ഞാൻ നിലമ്പൂർ ബൈ ഇലക്ഷൻ ആയിരുന്നു. ഞാൻ ഇവിടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് എൻ്റെ ആദ്യത്തെ ഒരു ചാലഞ്ച് നിലമ്പൂർ ബൈ ഇലക്ഷനായിരുന്നു. അപ്പം ഞാൻ അവിടെ 7-8 ദിവസം പ്രവർത്തിച്ചിട്ട് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടെല്ലാം മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഒരു നല്ല മാനിഫെസ്റ്റോ, അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കാണുന്നതും മനസ്സിലാക്കുന്നതും. അവിടെ ഇദ്ദേഹം വി ഡി സതീശൻ അന്ന് പറഞ്ഞു, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമീൻ്റെ പിന്തുണ എടുക്കാൻ ഞങ്ങൾക്ക് മടിയില്ല, സന്തോഷമുണ്ട്. ഇതുവരെ ഒളിച്ച് എടുക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു റിലേഷൻഷിപ്പായിരുന്നു, ഒരു സീക്രറ്റ്. അതിൽ ഞങ്ങൾക്ക് സീക്രറ്റിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ഓപ്പൺലി ഒരു ആൻറ്റി നാഷണൽ ആൻറ്റി ഡെമോക്രസി ഓർഗനൈസേഷൻ, ജമാഅത്തിൻ്റെ പോലെ ഓർഗനൈസേഷൻ്റെ പിന്തുണ എടുക്കാൻ ഒരു വിഷമമില്ല എന്ന് സതീശൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ജമാഅത്ത് പോലെ ഒരു സംഘടനയെ ഒരു മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കൊണ്ടുവരുന്നത് ഭയങ്കര അപകടമാണ്. നാടിൻ്റെ ഇന്നും നാടിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു ഭയങ്കര അപകടമായ ഒരു കാര്യമാണ് അന്ന് പറഞ്ഞാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞാൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾ പാർട്ടി പറഞ്ഞു, അത് കഴിഞ്ഞ് നിയോജകമണ്ഡല ഇലക്ഷനിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? എനിക്കിപ്പോൾ ഇൻസൈഡ് ഇൻഫർമേഷൻ ഒന്നുമില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂസ് പേപ്പറെല്ലാം വായിച്ച് TV കാണും. വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു ഘടകകക്ഷിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ചീഫ് മിനിസ്റ്റർ ആവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ, അതിപ്പോൾ ആരും സമ്മതിക്കില്ല, കോൺഗ്രസ് അങ്ങനെ ആരും അത് സത്യമാണെന്ന് പറയില്ല. ആണെങ്കിൽ ഇത് നാടിൻ്റെ ഭാവിക്ക് വളരെ ഒരു മോശമായ ഒരു ഭയങ്കര ഡേഞ്ചറസ്
ട്രെൻഡാണ്. ഇത് ഞാൻ വർഗീയവാദി രാഷ്ട്രീയത്തിന് ഇത് വേണ്ടി പറയല്ല. അത് വർഗീയവാദി ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാണെന്ന് പറയും. പക്ഷേ അതല്ല. ജമാഅത്ത് പോലെ ഒരു ഓർഗനൈസേഷൻ വളരെ നമ്മളെ ഇന്ത്യൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ എതിരെ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ബിലീഫ്സ്, അവരുടെ കാഴ്ചപ്പാട് എല്ലാം ആൻറ്റി ഡെമോക്രസിയാണ്, ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഈ കോൺഗ്രസ് ഒരു കാലത്ത് ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു, ഏറ്റവും പഴക്കമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇന്ന് അവർ കേരളത്തിൽ ചെയ്യുന്ന രാഷ്ട്രീയം ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. അതുമാത്രമല്ല, ഇവിടെ അവരുടെ ചീഫ് മിനിസ്റ്റർ തീരുമാനിക്കുന്നത് ഈ ബേസിസിലാണെന്ന് മനസ്സിലാവുമ്പോൾ വിഷമമുണ്ട്. വിഷമം മാത്രമല്ല, കുറച്ചൊരു പേടിയും ഒരു സംശയമുണ്ട്. നാടിനിപ്പോൾ ഈ അടുത്ത 5 കൊല്ലം എങ്ങനെയാണ് ഈ നാട് നന്നാവാൻ പോകുന്നത്, എങ്ങനെ മുമ്പോട്ട് പോകും, ആരുടെ ക്രൈറ്റീരിയം, ആരുടെ അജണ്ടയാണ് ഇവർ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്, ആർക്ക് വേണ്ടി അവർ പ്രവർത്തിക്കും. അപ്പോൾ ഇതെല്ലാം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാം, 5 കൊല്ലം ഉണ്ടല്ലോ. കറക്റ്റ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഒരു ഗ്ലോബൽ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ. അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമുക്ക് തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. അങ്ങ് പലപ്പോഴായി ഈ കാര്യം ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതിന് കുറേ കൂടി എംഫസിസ് വേണ്ടതല്ലേ? ഈ ഒരു വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്നത്? അല്ല, നോക്കൂ, എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനിപ്പോൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് BJP NDA എന്ന ഒരു പാർട്ടി മുന്നണിക്ക് ഒരു നോ ടോളറൻസ് ഇഷ്യൂ ആണ്. ജമാഅത്ത് ഇന്ത്യയിൽ വന്ന് രാഷ്ട്രീയം ചെയ്യുന്നു, ജമാഅത്ത് ഇന്ത്യയിൽ വന്ന് രാഷ്ട്രീയം ചെയ്യുന്നു, പിന്നെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് തീരുമാനിക്കുന്നു. അത് ഞങ്ങളങ്ങനെ സമ്മതിക്കുന്ന ഒരു പാർട്ടി അല്ല. ഇത് ശക്തമായിട്ട് ഞങ്ങളത് പ്രതിഷേധിക്കും. അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടീസിന് അവകാശമുണ്ട് അവരെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാൻ. പക്ഷേ ഇങ്ങനത്തെ അപകടമായ ഓർഗനൈസേഷൻ വന്ന് നമ്മളെ രാഷ്ട്രീയം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് BJP ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കാണുന്നില്ല. ഇത് നാടിന് വേണ്ടി, നാടിൻ്റെ എതിരെ, നാടിന് ഡേഞ്ചറസ് ആയ ഒരു അപകടമായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. അതിനുവേണ്ടി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എല്ലാം ഞങ്ങൾ ചെയ്യും. അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. 3 MLA മാത്രമാണ് BJP NDAക്ക് ഇന്ന് ഈ അസംബ്ലിയിൽ. പക്ഷേ അവർ പിന്നിൽ 30 ലക്ഷം മലയാളികളുടെ വോട്ടുണ്ട്, സപ്പോർട്ടുണ്ട്, 4 MPമാരുണ്ട്, 2 യൂണിയൻ മിനിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ശക്തമായി ഇങ്ങനത്തെ രാഷ്ട്രീയം, ഇവരുടെ ജമാഅത്തിൻ്റെ രാഷ്ട്രീയത്തിനെ CPMനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം CPM പണ്ട് കാലത്ത് ജമാഅത്തിൻ്റെ പിന്തുണയെടുത്ത പാർട്ടിയാണ്, SDPIൻ്റെ പിന്തുണയെടുത്ത പാർട്ടിയാണ്. ഞങ്ങളത് സമ്മതിക്കില്ല. ഇവർ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ ശ്രമിച്ചാൽ, ഡിസ്ട്രിക്ട്സിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ, പിന്നെ പ്രീണ രാഷ്ട്രീയം ചെയ്യാൻ ശ്രമിച്ചാൽ, ഈ റാഡിക്കലൈസേഷൻ ഇവിടെ എൻകറേജ് ചെയ്യാൻ അവർ ശ്രമിച്ചാൽ, ജമാഅത്തിൻ്റെ നിർദ്ദേശം പ്രകാരം അവരെന്തെങ്കിലും ചെയ്യാൻ ഇവിടെ പോളിസീസ് എല്ലാം കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞങ്ങളത് ശക്തമായിട്ട് എതിർക്കും. അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് VD സതീശനാണോ വേറെ ആരെങ്കിലും ആണെങ്കിലും അത് അവർക്ക് ഇത് കാണാൻ കഴിയും ഈ വരാൻ പോകുന്ന ദിവസത്തിൽ, കൊല്ലത്തിൽ. സാർ തന്നെ പറഞ്ഞു 12 സീറ്റെങ്കിലും കുറഞ്ഞത് പ്രതീക്ഷിച്ചു BJP, പക്ഷേ 3 ചുരുങ്ങിപ്പോയി എന്ന്. അന്ന് ഇലക്ഷന് തൊട്ടടുത്തായിരുന്നു, റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും ദിവസമായി. അതിൻ്റെ കാരണങ്ങളൊക്കെ പരിശോധിച്ചായിരുന്നോ? അല്ല, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ആൻറ്റി LDF ഒരു വേവ് ഇവിടെ വന്നു. ആൻറ്റി LDF വേവ് ജനങ്ങൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും LDFനെ തോൽപ്പിക്കാൻ തീരുമാനിച്ച ജനങ്ങൾ ഇതാർക്ക് വോട്ട് കൊടുക്കണമെന്ന് അവർ എന്നെ ചിന്തിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ്സിനാണ് CPMനെ തോൽപ്പിക്കാൻ കൂടുതൽ കഴിവും ഒരു കേപ്പബിലിറ്റി എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു വേവായിരുന്നു, ആൻറ്റി LDF ഒരു വലിയ വേവായിരുന്നു, ആൻറ്റി പിണറായി ഒരു വേവായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഇല്ല, ഈ 3 സീറ്റ് തന്നെ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ പ്രതീക്ഷ ആയിരുന്നത് ഒരു 12 സീറ്റായിരുന്നു. അത് പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയും. പാലക്കാട്, മഞ്ചേശ്വരം,
തൃശ്ശൂർ അങ്ങനെ കോട്ടയത്ത് പാലാ, പൂഞ്ഞാറ് കുറേ സീറ്റിൽ വോട്ട് കുറേ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ആൻറ്റി LDFൻ്റെ വേവായിരുന്നു. ആൻറ്റി LDFൻ്റെ വേവിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഫലം കിട്ടിയത് UDFനായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം കൺസോളിഡേഷൻ, SDPIയും ജമാഅത്തും മുസ്ലിം ലീഗും ഒരുമിച്ച് എല്ലാ സ്ഥലത്തും BJPനെ തോൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അതും അവർക്ക് ഗുണം ചെയ്തു, UDFന് ഗുണം ചെയ്തു. ഓക്കെ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃശ്ശൂർ, അങ്ങിപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞു, തൃശ്ശൂരിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമത് വന്നിരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും ആധിപത്യമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പിന്നിലേക്ക് പോകുന്ന കാഴ്ച ഇപ്പോൾ കണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ മധ്യ തിരുവിതാംകൂറിലൊക്കെ തന്നെ. അതിൻ്റെ കാരണം എന്തായിരിക്കാം? ഈ FCRA വന്നത് ഒരു വിഷയമായോ ആ സമയത്ത്? അല്ല, 2 കാര്യങ്ങൾ കോൺഗ്രസ് പ്രചരിപ്പിച്ച 2 കാര്യങ്ങളാണ് ഇത് ഞങ്ങളെ ബാധിച്ചത്. ഒന്ന് 2 നുണയായിരുന്നു, പക്ഷേ അത് അവർക്ക് ഗുണം ചെയ്തു, ഞങ്ങളെ ബാധിച്ചു. അത് ഒന്ന് CPM BJP ഡീൽ. അപ്പോൾ അത് പ്രചരിപ്പിച്ച് ഈ ആൻറ്റി ഇൻകംബൻസി വോട്ട്, ആൻറ്റി LDF വോട്ട് മൊത്തം അവർ പിടിക്കാൻ ശ്രമിച്ചു. അതിൽ കുറേ സക്സസ് അവർക്ക് കിട്ടി. അതൊരു പച്ച കള്ളമായിരുന്നു, നുണമായിരുന്നു, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു പ്രചരണം സ്റ്റിക്കായിപ്പോയി. BJPയും CPM തമ്മിലൊരു അന്തർധാരണ ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു ഡീലുണ്ട്. രണ്ടാമത്തത് ഈ ഇലക്ഷൻ്റെ ഒരു 5-6 ദിവസം മുമ്പേ ഒരു FCRA ഒരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നു. അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു പ്രചരണമായിട്ട് അത് മാറ്റി. അതിൽ കുറേ സ്ഥലത്ത് ക്രിസ്ത്യൻ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട് UDFൻ്റെ ഫേവറിൽ. അത് FCRൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൻ്റെ എതിരെ ഒരു വലിയ വികാരം, ഒരു വേവ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് ശരിക്കും ഒരു പ്രോ UDF ഒന്നും പറഞ്ഞില്ല, ഒന്നും മുമ്പോട്ട് വെച്ചില്ല. പക്ഷേ അവർ ഈ ലാസ്റ്റ് ഒരു 3 ആഴ്ചയിൽ ഈ 2 പ്രചരണം നടത്തി ജനങ്ങളെ ശ്രദ്ധ തിരിക്കുകയല്ല, ജനങ്ങളെ ഒരു തെറ്റിദ്ധാരണ കൊടുത്തു. അതുകൊണ്ട് ഗുണം കിട്ടി. ഇതാണ് ഫാക്റ്റ്. ഇത് അവർ സമ്മതിക്കില്ല. അവരിപ്പോൾ ഞങ്ങൾക്കൊരു പ്രോ UDF വേവാണ്, മാങ്ങയാണ് തേങ്ങയാണെന്നെല്ലാം പറഞ്ഞ് നടക്കും. പക്ഷേ ഒരു ഡിസ്പാഷനേറ്റ് ഒരു അനാലിസിസ് നടത്തിയാൽ ആരാണെങ്കിലും ഇതാണ് സത്യം. ആൻറ്റി LDF ഉണ്ടായിരുന്നു. ആ ആൻറ്റി LDFൻ്റെ ആൻറ്റി ഇൻകംബൻസി വോട്ട് പിടിക്കാൻ ഇവർ 2 നുണ പ്രചരിപ്പിച്ചു. ആ 2 നുണ ഞങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യാൻ നന്നായി ശ്രമിച്ചു. പക്ഷേ അത് അത്ര പോലെ നടന്നില്ല. അവർക്ക് ഗുണം കിട്ടി, അതിൻ്റെ ബലം കിട്ടി. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ കുറിച്ച് അപ്പോഴാണ് ഒരു സംസാരം വരുന്നത്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ശ്രീ V മുരളീധരനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു അത് ഉടനടി റിസൾട്ട് കിട്ടുന്ന ഒന്നല്ല, അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോഴും ഈ വിമർശകർ പറയുന്നത് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഭാഗം ഹിന്ദു വോട്ടർമാർ അകന്ന് നിൽക്കും, അല്ലെങ്കിൽ BJPയുടെ സപ്പോർട്ടേഴ്സ് മാറി നിൽക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട്. നമുക്കിപ്പോൾ ഒരു അപ്പീസ്മെൻ്റ് അല്ലാതെ അവരെ കൂടെ നിർത്താൻ കഴിയില്ലേ? ഇല്ല, ഈ ഔട്ട്റീച്ച് ഞങ്ങൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ആയിട്ടൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരെയും ഔട്ട്റീച്ച് ചെയ്യാൻ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്, എല്ലാ വീട്ടിലും കയറി ഈ വികസന സന്ദേശം, ഞങ്ങളുടെ വികസനം കാഴ്ചപ്പാട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോയി പറയും, അത് മുമ്പോട്ട് വയ്ക്കും. അതിൽ ഇതുവരെ കയറാത്ത വീടുകൾ എവിടെയായിരുന്നു? ക്രിസ്ത്യൻ വീടുകൾ ഞങ്ങൾ പോകാൻ കുറച്ചൊരു ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു വിഷമമല്ല, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. മുസ്ലിം വീട്ടിലും പോകാനൊരു അണ്ടർ കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ മാറ്റി. മൊത്തം വീട്ടിൽ കയറി എല്ലാവരും പോയി കണ്ട്. ഞാൻ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ല. എൻ്റെ വൈഫ് ഇവിടെ വന്ന് ഒരു 2 ആഴ്ച ക്യാമ്പയിൻ ചെയ്തപ്പോൾ എല്ലാ വീട്ടിലും കയറിയല്ലോ, ഞാനും എല്ലാ വീട്ടിലും കയറി. അപ്പോൾ അതും അങ്ങനെ ഒരു സ്പെഷ്യലായി ഒരു ഔട്ട്റീച്ച് ഫെയിലായിരുന്നോ സക്സസ് ആയിരുന്നില്ല ഞാൻ കാണുന്നില്ല. അങ്ങനെയല്ല കാണുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസന രാഷ്ട്രീയം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു, അതിൽ പ്രവർത്തിക്കുന്നു. അതിൽ ക്രിസ്ത്യൻസും ഉണ്ട്, മുസ്ലിംസും ഉണ്ട്, ഹിന്ദുസും ഉണ്ട്. എനിക്ക് കിട്ടിയ വോട്ടിൽ നിയമത്തിൽ എനിക്ക് മുസ്ലിം വോട്ടും കിട്ടിയിട്ടുണ്ട്, എനിക്ക് ക്രിസ്ത്യൻ വോട്ടും കിട്ടിയിട്ടുണ്ട്, ഹിന്ദു വോട്ടും കിട്ടിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ പാലാ, പൂഞ്ഞാറിൽ പിന്നെ പത്തനംതിട്ട തിരുവല്ലയിൽ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ആൾക്കാർക്ക് ഈ രാഷ്ട്രീയം ശരിക്കും മനസ്സിലായിട്ടില്ല.
ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിനോ ഒരു മതത്തിനോ വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ കാഴ്ചപ്പാട് അതല്ല. വികസിത കേരളം എന്ന് ഞങ്ങൾ മുമ്പോട്ട് പറയുമ്പോൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടിയാണ് ഈ ചെയ്യുന്ന ഈ ഒരു മതേതത്വ രാഷ്ട്രീയം ചെയ്യുന്ന മതം പറഞ്ഞ രാഷ്ട്രീയം ചെയ്യുന്നത് കോൺഗ്രസും CPM-ആണ്. അപ്പോൾ ഇത് ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് ഓക്കെ, ഇതൊരു അഭിപ്രായമാണ്. നമുക്കറിയാലോ, എല്ലാ മലയാളിയാണെങ്കിൽ രാഷ്ട്രീയത്തിനെ കുറിച്ച് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. ഞാൻ കാണുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ്, ചിലവർ സീനിയർ ആൾക്കാർ തന്നെ പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്ത് തെറ്റാണ്, ഇത് കറക്റ്റാണ്. പക്ഷേ ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഇത് തെറ്റും ശരി ഞങ്ങൾ വോട്ട് എണ്ണീറ്റല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇതാണ് ഞങ്ങൾ നരേന്ദ്രമോദിജി പഠിപ്പിച്ച രാഷ്ട്രീയം. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി, സബ്കാ സാത്ത് സബ്കാ വികാസ്. അദ്ദേഹം വികസിത ഭാരതത്തിനെ കുറിച്ച് പറയുന്നു, ഞങ്ങൾ വികസിത കേരളത്തിനെ കുറിച്ച് പറയുന്നു. വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അങ്ങ് ഒരു പുതിയൊരു മോഡൽ രാഷ്ട്രീയമാണ് കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എതിരാളികളെ കടന്നാക്രമിക്കാതെ വികസനം, ഞാൻ എന്ത് ചെയ്യും, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്, അത് പുതിയ തലമുറയ്ക്ക് വളരെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന MLA ഏത് തരത്തിലുള്ള ഒരു വികസന ബ്ലൂ പ്രിൻ്റാണ് നേമംകാർക്ക് കൊടുക്കാൻ പോകുന്നത്? ഞാൻ 5 കൊല്ലം എൻ്റെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു വികസന രേഖ, ഒരു പത്രിക ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് ചെയ്തു തരും. 5 കൊല്ലം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്യും. അതിൻ്റെ അപ്പുറം ഞാൻ അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ നിയമത്തിനെ ഒരു മോഡൽ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കണം. നിയമത്തിൽ എനിക്ക് തന്ന വോട്ടർമാർക്ക് കൃത്യമായി മനസ്സിലാവണം, ഇതുവരെ അവർക്ക് കിട്ടാത്തൊരു MLA ഇന്ന് കിട്ടി. ആ MLA ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നുണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു വിഷ്. അത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ, തിരുവനന്തപുരം നഗരത്തിനെ ഒരു വികസിത തിരുവനന്തപുരം ആക്കി മാറ്റണം, നിയമത്തിനെ വികസിത നിയമമാക്കി മാറ്റണം. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ എല്ലാം 4 നിയോജക മണ്ഡലത്തിൽ ഒരു മോഡൽ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി മാറ്റണം. ഇതാണ് എൻ്റെ ഒരു എംബിഷൻ. പിന്നെ ഞാൻ ഒരു എംബിഷനായിട്ട് ഞാൻ തീരുമാനിച്ചാൽ അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ ചെയ്തു തരും എന്നാണ് ഞാൻ കൊടുത്ത വാഗ്ദാനം. അത് ഞാൻ തരും. അതെ, ഞങ്ങൾ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടത് വികസനമാണ്, അവർക്ക് വേണ്ടത് തൊഴിലാണ്, അവർക്ക് വേണ്ടത് നിക്ഷേപമാണ്. നമ്മുടെ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള നിക്ഷേപം, ഒട്ടേറെ സാധ്യതകളുണ്ട് അതിന്. അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതീക്ഷ അങ്ങയിലേക്ക് വരുന്നുണ്ട്. കാരണം ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ, ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ, പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അങ്ങ് എക്സ്പീരിയൻസ്ഡ് ആണ്. അല്ല, അത് 100% നോക്കൂ. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു നല്ല 12-14 MLA-മാരുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷേ 3 MLA-മാരാണ്. എന്നിട്ടും കോർപ്പറേഷൻ്റെ ഒപ്പം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഒപ്പം ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഞാനും വി മുരളീധരൻജിയും പിന്നെ ഗോകുമാർജിയും എല്ലാം ഇരുന്ന് ഞങ്ങളൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുമിച്ച് ഞങ്ങൾ ഡൽഹി പോവും, ഓരോരോ മിനിസ്ട്രിയിൽ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ തീരുമാനിക്കും. ഈ 3 MLA-മാർ അടുത്ത 5 കൊല്ലം അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിന് വേണ്ടി നന്നായി പ്രവർത്തിക്കും. അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ പ്രവർത്തിക്കും. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്, ഈ കോൺഗ്രസ് ഗവൺമെൻറ് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ, ഞങ്ങളുടെ വർക്കിനെ ബാധിക്കാൻ ശ്രമിച്ചാൽ, ഞങ്ങൾക്ക് അതിന് ഉത്തരവുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല എന്ത് ചെയ്യാൻ പോകുന്നു. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സഹായിക്കണം, ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനെ സഹായിക്കണം. ഇതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കടമയാണ് അവരുടെ. അതിൽ ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ഇന്ന് പുതിയ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ബംഗാളിൽ 3 77 ഇപ്പോൾ 200+ ആയി. അതെ, ഭരണം പിടിച്ചു. അത്തരത്തിലൊരു ഒരു പ്രതീക്ഷ ഉണ്ട്. എനിക്ക് ഒരു 100% ആത്മവിശ്വാസമുണ്ട്. ഈ ഒരു തുടക്കം, ഈ ഇലക്ഷനിൽ ജനങ്ങൾ തന്ന വോട്ടും ഞങ്ങളെ ജയിപ്പിച്ച 3 MLA-മാരും ഒരു ക്ലിയർ സിഗ്നലാണ് ഇത്. ഈ കേരളത്തിലൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം വരാൻ പോകുന്നു. അത് തുടങ്ങിയിട്ടുണ്ട്.
BJP ഒരു അൺടച്ചബിൾ പാർട്ടിയാണ്, BJP ഇന്ത്യയെ പൂട്ടി വയ്ക്കും എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് തോറ്റ് വീട്ടിലിരിക്കുന്നത്. അതെല്ലാം ഒരു മെസ്സേജാണ്. ഈ പൂട്ടും താക്കോലെല്ലാം ജനങ്ങളുടെ കയ്യിലാണ്, സഖാവുമാരുടെ കയ്യിലോ മന്ത്രിമാരുടെ കയ്യിലല്ല. അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റമാണ്, വലിയൊരു തുടക്കമാണ്, വലിയൊരു ബിഗിനിങ് ആണ് ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം, പൊളിറ്റിക്കൽ കൾച്ചറിൽ ഞങ്ങൾ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വിവാദമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ, വികസനമാണ്, നാടിൻ്റെ ഭാവിയാണ്, ജനങ്ങളുടെ ഭാവിയാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയം. അത് ഞങ്ങൾ കൃത്യമായി അതിലൊരു ഒരു ഡൈല്യൂഷൻ ഉണ്ടാവില്ല. 3 MLA ആണോ 10 MLA ആണോ 100 MLA ആണോ 200 MLA ആണോ, ഇതാണ് ഞങ്ങളുടെ ഗോൾ. അത് ഞങ്ങൾ ചെയ്യും. ഇത് ചെയ്യുമ്പോഴാണ് ജനങ്ങൾ വെസ്റ്റ് ബംഗാൾ പോലെ ഞങ്ങൾക്കൊരു എക്സ്പാൻഡഡ് മാൻഡേറ്റ് തരുന്നത്. ഈ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലെല്ലാം കിട്ടുന്ന റിപ്പീറ്റഡ് മാൻഡേറ്റ് ഒരു മാജിക്കൊന്നുമല്ല. ഇത് അവർ തരുന്നത് BJPൻ്റെ രാഷ്ട്രീയവും BJPൻ്റെ രാഷ്ട്രീയ സംസ്കാരവും ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ വർക്കും നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ പിന്തുണയോണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് വെസ്റ്റ് ബംഗാളിൽ ഈ തവണ കിട്ടി. എനിക്ക് ഒരു സംശയമില്ല വരാൻ പോകുന്ന ഇലക്ഷനിൽ അത് 31 29 അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ BJP നന്നായി ഇവിടെ വളരും, BJP അധികാരത്തിൽ വരും, ജനങ്ങൾക്ക് കിട്ടേണ്ട അവരുടെ അവകാശങ്ങളും അവർക്ക് വേണ്ട വികസനം BJP കൊണ്ടുവരും എന്ന് എനിക്ക് ഒരു സംശയമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയം പറഞ്ഞു, വികസനത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പരാതി, അങ്ങ് വികസനം മാത്രമാണ് പറയുന്നത്, രാഷ്ട്രീയം പറയുന്നില്ല എന്ന്. ആ ഒരു പരാതി ഇപ്പോൾ മാറിക്കിട്ടും തോന്നുന്നല്ലേ? അല്ല, എൻ്റെ രാഷ്ട്രീയം വികസനമാണ്, അതിൽ ഞങ്ങൾ BJPൻ്റെ രാഷ്ട്രീയം വികസനമാണ്, അതിൽ എന്താണ് എനിക്കല്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്, വേണ്ട കാര്യങ്ങളെ അങ്ങ് ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞു. അത് നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ 2008-09 രാജ്യസഭ അംഗമായിരുന്നു, മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരുന്നു. 2G സ്കാം, കോൾഗേറ്റ് സ്കാം, NPA സ്കാം എല്ലാം അവിടെ എക്സ്പോസ് ചെയ്ത് ഞാനായിരുന്നു. ഈ 3 MLA ഇവിടെ കോൺഗ്രസ് കർണാടകയിൽ ചെയ്യുന്ന അഴിമതി ഇവിടെ ചെയ്യാൻ അവർ ശ്രമിച്ചാൽ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, അവരെ എക്സ്പോസ് ചെയ്യും. അപ്പോൾ അത് പേഴ്സണൽ അറ്റാക്കായിട്ട് കാണരുത്. ഞാനത് അങ്ങനെ വികസനം എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഉപദ്രവിക്കുക, ജനങ്ങളുടെ കാശിട്ട് തട്ടിച്ച് കൊണ്ടുപോവുക, ഇതെന്തെങ്കിലും അവർ ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, അതിന് 2G കോൾഗേറ്റ് NPA കോമൺവെൽത്ത് സ്കാം എല്ലാം നടന്നതുപോലെ ചെയ്യുന്നവരെല്ലാം ജയിലിലയക്കും ഞങ്ങൾ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് എല്ലാം നേരത്തെ കൂട്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ, ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഈ തിരഞ്ഞെടുപ്പോടുകൂടി BJPക്ക് തെളിഞ്ഞുവല്ലോ. അതെ. അപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്ര നേരത്തെ തയ്യാറെടുക്കും? ഇപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടോ? അല്ല, തുടങ്ങി. ഞങ്ങൾ തുടങ്ങിയല്ലോ. കാരണം ഇനിയിപ്പോൾ 3 കൊല്ലമുണ്ട്, ഒരു 1000 ദിവസമുണ്ട്. ഞങ്ങൾ വർക്ക് തുടങ്ങി. ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ ടോപ്പിക് തന്നെ ഇതായിരുന്നു, ഈ പാർട്ടീനെ എങ്ങനെയാണ് ഇനിയും ശക്തമാക്കേണ്ടത്, ഈ മുന്നണീനെ എങ്ങനെയാണ് ഒരു മേജർ പൊളിറ്റിക്കൽ ഫോഴ്സ്, ഇതിനേക്കാൾ കൂടുതലൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആക്കേണ്ടത്. നോക്കൂ, ഒരു സത്യം നമ്മൾ മറക്കരുത്. കേരളത്തിൽ ഒരു ഒറ്റ രാഷ്ട്രീയ പാർട്ടിയുള്ള വികസനം കൊണ്ടുവരാൻ താല്പര്യവും കഴിവുള്ളൊരു പാർട്ടി, അത് BJP NDA ആണ്. ഇതിലാർക്കും സംശയമില്ല, കോൺഗ്രസ്സുകാർക്കും സംശയമില്ല, CPMകാർക്കും സംശയമില്ല. അപ്പോൾ BJP NDA ഒരു MP വന്നാൽ, നമുക്കൊരു MP ഉണ്ട്, ഇനി കൂടുതൽ MP വന്നാൽ, അതിൻ്റെ അപ്പുറം MLA 31 വന്നാൽ നാടിന് നല്ലതാണ്, നാടിന് നന്നാക്കാനും നാടിന് ഭാവിക്കും അത് നല്ലതാണ്. അപ്പോൾ അതിന് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പ്രിപ്പറേഷനും ഞങ്ങളുടെ കാര്യകർത്ത പ്രിപ്പറേഷനും അത് നമ്മൾ ശ്രദ്ധിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം, അത് വർക്കെല്ലാം ചെയ്യണം. അത് ഞങ്ങൾ വർക്ക് തുടങ്ങി. അതിൽ ഒരു ഗ്യാപ്പ്, ഒരു ഡിലേ ഉണ്ടാവില്ല. എത്ര സീറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കും? അതൊന്നും ഞാൻ അസംബ്ലിയിലും പറഞ്ഞിട്ടില്ല, അപ്പോൾ ലോക്സഭയിലും പറയാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുമല്ലോ, അസംബ്ലിൻ്റെ സമയത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും 140 കൂടുതൽ എനിക്ക് പ്രതീക്ഷയില്ല, അതുപോലെ തന്നെ 20 സീറ്റിന് കൂടുതൽ പ്രതീക്ഷയില്ല.
വേറൊരു കാര്യം, ഇപ്പോൾ സംഘടനാ തലത്തിലുള്ള ശക്തിപ്പെടുത്തൽ അത് അനിവാര്യം തന്നെയല്ലേ? കാരണം അങ്ങ് വന്നപ്പോൾ ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നു. അതായത് ഡിസ്ട്രിക്റ്റുകളെ സോൺസായി തിരിച്ച് ഓരോ പ്രസിഡന്റുമാരെ നിയമിച്ചു. പക്ഷേ അടിത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ? കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുമ്പോൾ അതിന് മുന്നത്തെ തവണ ഭരണമുണ്ടായിരുന്ന പന്തളം പോലുള്ള സ്ഥലങ്ങളിൽ ഭരണം നഷ്ടപ്പെട്ടു. അടിത്തട്ടിൽ സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ്. അത് അങ്ങനെയല്ല. അത് ഓക്കെ, അതൊരു എല്ലായിടത്തും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സ്കോപ്പുണ്ട്, അതിൽ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളെ പാർട്ടിനെ ബാധിക്കുന്നത് ഇതുവരെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവായിരുന്നു. നമ്മൾ ജയിക്കില്ല എന്ന് CPM-ഉം കോൺഗ്രസും പറയുന്നു, മാധ്യമ സുഹൃത്തും പറയുന്നു, പൊതുസമൂഹത്തിൽ ജനങ്ങളും പറയുന്നു നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾ മത്സരിക്കും. അത് ഈ നമ്മൾ പ്രവർത്തകർ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അതൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഈ ഇലക്ഷനും ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു ഫാക്റ്റ് ക്ലിയറായിട്ട് വ്യക്തമായിട്ടുണ്ട്. അത് BJP ജയിക്കും, NDA ജയിക്കും, കോർപ്പറേഷൻ ഭരിക്കും, MLA-മാരുണ്ടാക്കും. അതൊരു ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് ഇനി അടുത്ത ലോക്സഭ ഇലക്ഷനിൽ ഒരു വലിയ മാറ്റം. 24 ലോക്സഭ ഇലക്ഷനിൽ ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഓക്കെ, മോദിജീൻ്റെ പേരിൽ നമ്മൾ ജയിച്ചാൽ ജയിച്ചു, ജയിച്ചില്ലെങ്കിൽ ജയിച്ചില്ല. അതുകൊണ്ട് ഒരു സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ചു, മറ്റേ സീറ്റിൽ ഞാൻ നമ്പർ 2 ആയിട്ട് സെക്കൻഡായിട്ട് വന്നു. ഈ ഇലക്ഷൻ വരാൻ പോകുന്ന 29 ഇലക്ഷനിൽ ആത്മവിശ്വാസത്തിൻ്റെ ഡെഫിസിറ്റും കുറവുണ്ടാവില്ല. ഈ പാർട്ടി ജയിക്കാൻ കഴിയുന്നൊരു പാർട്ടിയാണ്. ഇതിൽ ലീഡേഴ്സും ഉണ്ട്, പ്രവർത്തകരും ഉണ്ട്, ജയിപ്പിക്കുന്ന പ്രവർത്തകരുണ്ട്, ജയിക്കാൻ കഴിവുള്ള ലീഡേഴ്സും ഉണ്ട്. അതാണ് വലിയൊരു മാറ്റം. അപ്പോൾ അതിനെ ഇനിയും പ്രോത്സാഹിപ്പിച്ച് അത് ശക്തമാക്കിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രോസ് വോട്ടിംഗ് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട്, കാരണം മഞ്ചേശ്വരത്തൊക്കെ ആ ഒരു കാര്യമാണ് പറഞ്ഞു കേൾക്കുന്നത്. അല്ല, അവിടെ ക്രോസ് വോട്ടിങ്ങും പിന്നെ ഈ മുസ്ലിം കൺസോളിഡേഷൻ, SDPI, ജമാഅത്ത്, മുസ്ലിം ലീഗിൻ്റെ ഒരു ഡെലിബറേറ്റ് അറ്റാക്ക്, BJP-നെ തോൽപ്പിക്കണം, അങ്ങനെ അവർ ചെയ്താൽ നോക്കൂ, ഇതിപ്പോൾ ഞങ്ങൾക്ക് തന്ത്രം ഇല്ലയെന്ന് ആരും വിശ്വസിക്കരുത്. അത് ഞങ്ങൾക്കും കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളൊരു ബ്ലൈൻഡായിട്ട് ഞങ്ങളെ പൊളിറ്റിക്കൽ സപ്പോർട്ടാജ് ചെയ്യുന്ന ആ രാഷ്ട്രീയം ചിലവർ ചെയ്യുന്നുണ്ട്. അത് ഇനി നടക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ നേരത്തെ മോദിജിയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ അമിത്ഷാ, മോദിജി, ഇവരെല്ലാവരും ഓരോ തിരഞ്ഞെടുപ്പുകൾക്ക് കൃത്യമായ ഒരു മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ അഭിപ്രായം? അവർക്ക് പ്രൈം മിനിസ്റ്റർ പറഞ്ഞല്ലോ, 2 തവണ പറഞ്ഞല്ലോ. അവിടെ ഒന്ന് പാർട്ടി ഓഫീസിൽ പറഞ്ഞു, നാഷണൽ പാർട്ടി ഓഫീസിൽ പറഞ്ഞു, പിന്നെ ബാംഗ്ലൂരിൽ പറഞ്ഞല്ലോ. അവർക്കെല്ലാം സന്തോഷമുണ്ട്. നമ്മൾ വലിയൊരു ബ്രേക്ക് ത്രൂവിലാണ് ഈ ഇലക്ഷനായിട്ട് കാണുന്നത്. എല്ലാവർക്കും ഒരു സങ്കടമുണ്ട്. സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. 10 സീറ്റ് എന്തുകൊണ്ട് കിട്ടിയില്ല, 12 സീറ്റ് എന്തുകൊണ്ട് കിട്ടിയില്ല, അതെല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കാണല്ലോ. പക്ഷെ അതല്ലാണ്ട് ഇത് നമ്മളെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJP-ൻ്റെ ഏറ്റവും നല്ല ക്യാമ്പയിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനും ഏറ്റവും നല്ല റിസൾട്ടായ ഇലക്ഷനാണല്ലോ. ഇതിപ്പോൾ ആരും ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ച് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അടുത്ത വരാൻ പോകുന്ന ലോക്സഭയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല ഇതിനേക്കാളും കൂടുതൽ നല്ലൊരു ഫോഴ്സായിട്ട് മാറുക. പിന്നെ ഈ 3 കൊല്ലം വികസനത്തിനെക്കുറിച്ച് അസംബ്ലിയിൽ കഴിഞ്ഞ 10 കൊല്ലം വികസനത്തെക്കുറിച്ച് ചർച്ചയെ നടന്നിട്ടില്ല, അഴിമതിനെക്കുറിച്ച് ചർച്ചയെ നടന്നിട്ടില്ല. ഈ ഇലക്ഷൻ്റെ സമയത്താണ് ഇവർ ചർച്ച ചെയ്യുന്നത് അസംബ്ലിയിൽ. അടുത്ത 3 കൊല്ലം ഈ രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം കൊണ്ടുവരിക, അതാണ് BJP-ൻ്റെ ലക്ഷ്യം. 29 ലോക്സഭ ഇലക്ഷൻ ഓക്കെ, 31 അസംബ്ലി ഇലക്ഷൻ ഓക്കെ. അതിന് മുമ്പ് ഞങ്ങൾ 3 കൊല്ലം 29 മുമ്പ് 3 കൊല്ലം ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. അത് അസംബ്ലിയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പ്രവർത്തിക്കാൻ പോകുന്ന ഞങ്ങളുടെ ശൈലിയും രീതിയും പിന്നെ ഞങ്ങളുടെ പോളിറ്റിക്സും. കേരളത്തിൻ്റെ ഡെമോഗ്രഫി ഡിഫറൻ്റ് ആണ്, അങ്ങേക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50% വന്നിരിക്കുകയാണ്. അപ്പോൾ BJP-യുടെ ഏതെങ്കിലും തരത്തിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? കേരളം പിടിക്കണമെങ്കിൽ അത്തരത്തിൽ അങ്ങിപ്പോൾ പറഞ്ഞ വികസനം, പൊളിറ്റിക്കൽ കൾച്ചർ ചേഞ്ച് ചെയ്യുക, അങ്ങനെ അതിൽ ഊന്നിയുള്ള കുറേയേറെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഒരു ഞാൻ സത്യമായിട്ട് പറയുന്നത്, എനിക്കൊരു മാസ്റ്റർ പ്ലാനും ഇല്ല, അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനും ഇല്ല.
നോക്കൂ, ഞാൻ അങ്ങനെ കാണുന്നില്ല. ഈ ഓക്കെ, ഡെമോഗ്രാഫി വ്യത്യാസമുണ്ട്. വെസ്റ്റ് ബംഗാളും കേരളം ഒന്നല്ല, തമിഴ്നാടും കേരളം ഒന്നല്ല, തമിഴ്നാടും വെസ്റ്റ് ബംഗാളും ഒന്നല്ല, അതെല്ലാം ഓക്കെ. പക്ഷേ രാഷ്ട്രീയം ഇന്നിപ്പോൾ ആരാണെങ്കിലും, മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ ആരാണെങ്കിലും, അവരോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്, രാഷ്ട്രീയക്കാരന് ആവശ്യം എന്താണ്, രാഷ്ട്രീയ പാർട്ടിന് ആവശ്യം എന്താണ്, അവർ വിവാദമല്ല ചോദിക്കാൻ പോകുന്നത്. അവർ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വേണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇവിടെ കിട്ടണം, തൊഴിലവസരങ്ങൾ കിട്ടണം, ഇവിടെ ഇക്കണോമി നന്നായിട്ട് വളരണം, നമ്മുടെ കുട്ടികൾ എക്സ്പോർട്ട് ചെയ്ത് പുറത്തയക്കേണ്ട ആവശ്യം ഉണ്ടാവാൻ പാടില്ല. ഇതെല്ലാം പറയുന്നത്. അതിപ്പോൾ ക്രിസ്ത്യൻ കുട്ടിയാണോ മുസ്ലിം കുട്ടിയാണോ ഹിന്ദു കുട്ടിയാണോ അപ്പോൾ ആ ഡയറക്ഷനിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു വലിയ മാസ്റ്റർ പ്ലാനോ ജനങ്ങളെ വിഡ്ഢിയാക്കേണ്ട ഒരു പ്ലാനോ ഏതെങ്കിലും ഒരു ഫോൾസ് വിവാദം സൃഷ്ടിക്കാനോ ഒരു പ്ലാനോ ഒന്നും ഞങ്ങളെടുത്തില്ല. അതെല്ലാം കോൺഗ്രസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, CPM ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾ സിൻസിയറായിട്ട് നാടിനെ നന്നാക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നു. ജനങ്ങളെ സേവിക്കാനൊരു അവസരം ചോദിക്കുന്നു. അവർ സമ്മതിച്ചാൽ ഞങ്ങൾക്ക് അവസരം കിട്ടും, സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ചോദിക്കും. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഈ അങ്ങ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തു ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം, കൂടുതൽ ഫോഴ്സ് അവിടെ ഉപയോഗിക്കണം, എതിരാളികളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ അവരെന്താണ് ആയുധം തങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നത് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു സൈനികൻ ചിന്തിക്കുന്നത് പോലെ ആ ഒരു ജീൻ അങ്ങയുടെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് തന്നെയാണോ ഇത്തരത്തിലുള്ള ബുദ്ധിയൊക്കെ വരുന്നത്? അല്ല, എനിക്ക് അങ്ങനെ ബുദ്ധി എന്നല്ല, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ കോൺഫിഡൻ്റായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പോകണം. കാരണം നമുക്ക് ഒളിക്കാനൊന്നുമില്ല, നമുക്ക് നുണ പറയാനൊന്നുമില്ല. ഞങ്ങൾ സിൻസിയറായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു അവസരം തരുമെന്ന് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ? കോൺഫിഡൻസ് ഉണ്ടാവണം. പിന്നെ കഴിഞ്ഞ 12 കൊല്ലം നരേന്ദ്രമോദിജിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാലും അതിൻ്റെ കൂടെ നമ്മൾ പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലം എന്ത് ചെയ്തു എന്ന് നോക്കിയാലും അതിനു മുമ്പ് UPA 10 കൊല്ലം കോൺഗ്രസ് എന്ത് കസരത്ത് ചെയ്തു എല്ലാം കമ്പയർ ചെയ്താൽ ആരാണ് ശരിക്കും ഈ നാടിനു വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ശരിക്കും നന്നായി രാഷ്ട്രീയം ചെയ്യുന്നത്? അത് BJP അല്ലേ. ആ ആത്മവിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ പിന്നിൽ നരേന്ദ്രമോദിജിയാണ്. എന്നെ സംരക്ഷിക്കുന്നത് നരേന്ദ്രമോദിജിൻ്റെ രാഷ്ട്രീയമാണ്, നരേന്ദ്രമോദിജിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ എനിക്ക് എന്തിനാണ് ഒരു ഫിയറോ പേടിയോ ആത്മവിശ്വാസം ഇല്ലായ്മ? അത് കോൺഫിഡൻ്റായിട്ട് ഞാൻ പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയം കുറേ കാലമായിട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. കാരണം ഓപ്പോസിഷൻ MP ആയിരുന്നു 8-9 കൊല്ലം. അപ്പോൾ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ ഞാൻ നന്നായിട്ട് അറിയാം. എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയം ചെയ്യുന്നത് ഇന്ന് ഞാൻ പറഞ്ഞുതരാം, അടുത്ത 3 കൊല്ലം അവരെന്ത് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഈ അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ പ്രൊവാക്റ്റീവായിട്ട് അവർ ഈ ഡീലിനെ കുറിച്ച് നുണ പറയും, അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങി. ഇവർ രണ്ടല്ല ഒന്നാണ്, അത് പേടിച്ചിട്ടാണ് അവർ ഈ ഡീലിൻ്റെ ഒരു പ്രചരണം നടത്തിയത്. അവർ ഈ പ്രീണ രാഷ്ട്രീയം ചെയ്യും, ജമാഅത്തിൻ്റെ ഒപ്പം അത് ഓപ്പണായിട്ട് അവർ ചെയ്യും. അത് ഞങ്ങൾ അത് ഓപ്പണായിട്ട് പറയും. അഴിമതി അവർ ചെയ്യും. അത് കോൺഗ്രസും അഴിമതിയും ഒരു ജോയിൻറ്റ് ട്വിൻസാണ്. അത് എവിടെ പോയാലും ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇനി അടുത്ത 6-8 മാസം നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഈ സ്കാമിനെ കുറിച്ച് എന്താണ് രാജീവിൻ്റെ അഭിപ്രായം, അത് ചെയ്യും. കാരണം ഇത് കോൺഗ്രസിൻ്റെ ജനറ്റിക് മേക്കപ്പാണ്. അപ്പോൾ ഇത് പട്ടാളക്കാരൻ, യെസ്, അത് എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഞാൻ പട്ടാളക്കാരൻ്റെ മകനാണ്. അവർ എന്ത് പറഞ്ഞാലും എന്നെ പിന്നിൽ അവർ എത്രയോ കൊല്ലമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയതാണ്. ആ 2G സ്കാം കഴിഞ്ഞ ഉടനെ തുടങ്ങിയതാണ്. ഞാൻ അങ്ങനെ എവിടെയും പോകുന്ന വ്യക്തിയൊന്നുമല്ല. അത് ഒരു പട്ടാളക്കാരൻ്റെ ജീനാണ്. എന്നെക്കുറിച്ച് പ്രചരണം നടത്തി, എന്നെ പേടിപ്പിക്കാൻ നോക്കി, എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയ കോൺഗ്രസ് പാർട്ടി, അവർക്ക് അറിയാം, കൃത്യമായി അറിയാം. അത് തുടങ്ങിയത് എന്നെ റെയ്ഡ് ചെയ്തതല്ലേ. 3 ദിവസം 2010 2G സ്കാം എക്സ്പോസ് ചെയ്തിട്ട് എന്നെ വീട്ടിലും ഓഫീസിലും വന്ന് 3 ദിവസം റെയ്ഡ് ചെയ്തതാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അതെല്ലാം നോക്ക്, എൻ്റെ ഒപ്പം നടക്കില്ല. പക്ഷേ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണ് അടുത്ത 5 കൊല്ലം ഇന്ന് തന്നെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നു. ഈ നാട് 6 ലക്ഷം കോടീൻ്റെ കടം
ഈ കിണറ്റിലാണ് നമ്മളിപ്പോൾ ഈ സ്ഥിതിയിലാണ് നമ്മൾ. കോൺഗ്രസ് വന്ന് ഈ KSRTCൻ്റെ ഒരു നാടകം ചെയ്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് പറയും സെൻട്രൽ ഗവൺമെൻറ് കാശ് തരുന്നില്ല. ഇതായിരിക്കും അവരുടെ ആദ്യത്തെ ഡ്രാമ. ഇവിടെ കട കൊടുക്കാനും കടത്തിന് പലിശ കൊടുക്കാൻ കാശുണ്ടാവില്ല. അപ്പോൾ അവർ പെട്ടെന്നൊരു പ്രചരണം തുടങ്ങും. പെട്ടെന്നല്ല, പ്ലാൻ ചെയ്ത് പ്രചരണം തുടങ്ങും. സെൻട്രൽ ഗവൺമെൻറ് കാശ് തരുന്നില്ല, ഇത് കോൺഗ്രസ് സർക്കാരാണ്, അതുകൊണ്ട് ഇത് കാശ് തരുന്നില്ല എന്ന് അവർ പ്രചരണം. ഇതായിരിക്കും അവരുടെ അടുത്ത 3 മാസം കഴിഞ്ഞ് അവർ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന കാശെല്ലാം അഴിമതി, ഒരു സ്കാമും വരും. ഇത് ഞാൻ ഇന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ അത് അവർ എന്നെ അറ്റാക്കെല്ലാം ചെയ്യാൻ നോക്കും, ശ്രമിക്കും. പക്ഷെ അതൊന്നും നടക്കില്ല. അത് ആ ഒരു ജീൻ എൻ്റെ ബോഡിയിലുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് അങ്ങ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കരിയറിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പൊളിറ്റിക്സിലേക്ക് വന്നത്. അന്ന് സപ്പോർട്ട് ചെയ്തത് അങ്ങയുടെ ഫാദറാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അല്ല, ഞാൻ 2006 ടെലികോം എല്ലാം വിട്ട് പോളിറ്റിക്സിൽ വന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് വന്നത്. എല്ലാവരും എന്നോട് പറഞ്ഞു, നിങ്ങൾ വട്ടാണ്, ഇത് ചെയ്യുന്നത് ഭയങ്കര മിസ്റ്റേക്കാണ്, ഇങ്ങനൊരു സക്സസ്ഫുൾ കരിയർ വിട്ടിട്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, 40 വയസ്സിൽ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനാണ് എന്നോട് പറഞ്ഞത്, അല്ല, ഒരു നാഷണൽ സർവീസായിട്ട് കണ്ടാൽ മതി. പിന്നെ എനിക്ക് പിന്തുണ തന്നത് അന്നത്തെ ദേവഗൗഡജിയും പിന്നെ BS യെദ്യൂരപ്പയായിരുന്നു മുഖ്യമന്ത്രി BJPൻ്റെ. അപ്പോൾ അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഞാൻ ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു 6 കൊല്ലത്തിൻ്റെ ഒരു ടേം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ബിസിനസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉടനെ എനിക്ക് കിട്ടി ഈ 2G സ്കാം പിടിച്ചു. അത് എനിക്കൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു, അത് എക്സ്പോസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്കൊരു ഈ പോളിറ്റിക്സിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോളിറ്റിക്സ് അല്ലെങ്കിലും എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം വന്നപ്പോഴാണ് ഞാൻ ഇത് തുടരണം, ഇനിയും പോളിറ്റിക്സ് ചെയ്യണമെന്ന് ഒരു മനസ്സിൽ ഒരു വിശ്വാസം വന്നത്. അങ്ങ് എപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും പറയാറില്ല, രാജ്യസേവനം എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ഞാൻ കാണുന്നത്. ഞാൻ ഇതിലിപ്പോൾ എന്നോട് എൻ്റെ കുടുംബം ചോദിക്കും, 20 ഇയേഴ്സായി, 20 കൊല്ലമായി, ഇത് മതിയായില്ലേ ഇനിയും? അപ്പോൾ ഞാൻ പറയല്ല, ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു ജോബായിട്ട് കാണുന്നില്ല. എൻ്റെ പണ്ടെല്ലാം 10 കൊല്ലം ഞാൻ ചിപ്പ് ഡിസൈനറായിരുന്നു, 10 കൊല്ലം ടെലികോമിലായിരുന്നു, ഒരു കമ്പാർട്ട്മെൻറ്റലൈസ് കരിയറായിരുന്നു. ഇതങ്ങനെ ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഈ അവസരം കിട്ടിക്കഴിഞ്ഞിട്ട് നാടിന് നന്നാക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്, കേരളത്തിന് നന്നാക്കണമെന്ന് വലിയ ആഗ്രഹം, നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല ഭാവി സൃഷ്ടിക്കണമെന്ന്, ഇവിടെ സൃഷ്ടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഒരു മിഷൻ, ഒരു ദൗത്യം. അത് ചെയ്യുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാവും. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ റിട്ടയർ ചെയ്യുള്ളൂ. ടോക്കിംഗ് പോയിന്റിൽ അതിഥിയായി ചേർന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് കൃത്യമായ വിഷനുണ്ട്, മിഷനുണ്ട്, വളരെ ഫോക്കസ്ഡ് ആണ്, കോൺഫിഡൻ്റ് ആയി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കൃത്യമായ അദ്ദേഹം രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും അങ്ങോട്ട് സംസാരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അങ്ങയുടെ മിഷൻ, ഈ രാജ്യസേവനം എല്ലാം വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി.